നമ്മുടെ പുതിയ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഭരണത്തിൽ കയറിയതിന് ശേഷം ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ നൽകിയിരുന്നു. ഭരണത്തിന് കയറുന്ന മുമ്പ് തന്നെ നൽകിയ വാഗ്ദാനങ്ങളാണ്. അതെല്ലാം നടപ്പിലാക്കുമോ എന്ന് മാധ്യമപ്രവർത്തകർ തന്നെ ചോദിച്ചപ്പോൾ നൽകിയ വാഗ്ദാനങ്ങളല്ലേ, അതെല്ലാം ഞാൻ നടപ്പിലാക്കും എന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ ജൻസികളുടെ പൂക്കി മുഖ്യമന്ത്രി പറഞ്ഞത്. എന്നാൽ ഈ പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം അതുപോലെ നടപ്പിലാക്കുന്നുണ്ടോ? അതിൽ മെയിൻ സാധനമാണ് സെക്രട്ടേറിയറ്റിൻ്റെ ഉള്ളിലേക്ക്, അതായത് കണ്ടോൺമെൻറ്റ് ഗേറ്റ് വഴി മാധ്യമപ്രവർത്തകർ, അതായത് അക്രഡിറ്റേഷനുള്ള മാധ്യമപ്രവർത്തകർക്ക് യാതൊരു വിലക്കും ഉണ്ടാകില്ല. അവർക്ക് എപ്പോൾ വേണോ അകത്ത് കയറാം. അതുപോലെ തന്നെ സാധാരണ ജനങ്ങൾക്കും യാതൊരു വിലക്കും ഉണ്ടാകില്ല. അവർക്ക് എപ്പോൾ വേണോ അകത്ത് കയറാമെന്നാണ് നൽകിയിരുന്ന വാഗ്ദാനം. എന്നാൽ ആ വാഗ്ദാനം പാലിക്കപ്പെടുന്നുണ്ടോ, ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. UDF സർക്കാർ അധികാരത്തിൽ വന്നു. ആദ്യത്തെ ഒരാഴ്ച രണ്ടാഴ്ചത്തെ ആവേശമൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ വീണ്ടും മാധ്യമ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ പിണറായി സർക്കാർ എന്താണോ ചെയ്തിരുന്നത് അതേ മാധ്യമ നിയന്ത്രണമാണ് ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കരുതും അക്രഡിറ്റേഷനുള്ള മാധ്യമ പ്രവർത്തകർക്ക് അകത്തേക്ക് കയറാമെന്ന്. ഇല്ല, അക്രഡിറ്റേഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കണ്ടോൺമെൻറ്റ് ഗേറ്റ് വഴി ആരെയും അകത്തേക്ക് കയറ്റി വിടുന്നില്ല. ആ ഗേറ്റ് കടന്ന് അകത്തേക്ക് പോകണമെങ്കിൽ കൃത്യമായ ഉദ്യോഗസ്ഥരുടെ അനുമതി വേണം. ഏത് വകുപ്പിലാണോ പോകേണ്ടത് ആ വകുപ്പിൽ നിന്നുള്ള അനുമതിയോടുകൂടി മാത്രമേ കടന്നു പോകാൻ കഴിയൂ എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിനകത്ത് 3 മണി മുതൽ 5 മണി വരെ മാത്രമാണ് പൊതുജനങ്ങൾക്ക് സെക്രട്ടേറിയറ്റിലേക്ക് പ്രവേശിക്കാനുള്ള അവസരം. അപ്പോൾ പൊതുജനങ്ങൾക്കും ഈ നിയന്ത്രണമുണ്ട്. രാവിലെ ജനങ്ങളെല്ലാം കൂടി ഇടിച്ചു കയറിയാൽ ജോലികൾ നടക്കത്തില്ല, മറ്റു കാര്യങ്ങൾ നടക്കത്തില്ല എന്ന് പറഞ്ഞാണ് ഈ നിയന്ത്രണം ഇപ്പോൾ ഏർപ്പാടാക്കിയിരിക്കുന്നത്. ആ ഏർപ്പാടാക്കിയ നിയന്ത്രണത്തിനിടയിൽ കൂടിയാണ് മാധ്യമങ്ങളെ കൂടി അകത്തേക്ക് കയറ്റണ്ട എന്നൊരു തീരുമാനം കൂടി എടുത്തിരിക്കുന്നത്. നിയമങ്ങൾ വേണമോ, അല്ലെങ്കിൽ ഇത്ര നിയന്ത്രണങ്ങൾ വേണമോ എന്ന് ചോദിച്ചാൽ വേണം എന്ന് തന്നെയാണ് അഭിപ്രായം. കാരണം സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഭരണസിര കേന്ദ്രമാണ്. അവിടെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഇടിച്ചു കയറിയാൽ ആ കാര്യങ്ങൾ ചിലപ്പോൾ കൃത്യമായി നടന്നെന്ന് വരില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ സർക്കാരും ഇതേ നിയന്ത്രണം കൊണ്ടുവന്നത്. പക്ഷേ കഴിഞ്ഞ സർക്കാർ കൊണ്ടുവന്നിരുന്ന നിയന്ത്രണമെല്ലാം ഫാസിസ്റ്റ് നിയന്ത്രണമായിരുന്നു എന്ന് അന്നത്തെ പ്രതിപക്ഷത്തിരുന്ന് പറഞ്ഞ നേതാവ് മുഖ്യമന്ത്രിയായപ്പോൾ കഴിഞ്ഞ സർക്കാർ ഉണ്ടാക്കി വച്ചെന്ന അതേ നിയന്ത്രണം വീണ്ടും നടപ്പിലാക്കുകയാണ്. ഇത് വാക്കു പാലിക്കലാണോ അതോ പറഞ്ഞ വാക്ക് ലംഘിക്കലാണോ എന്നാണ് ഇപ്പോൾ ജനങ്ങൾ ചോദിക്കുന്നത്. മാധ്യമപ്രവർത്തകർ പറയുന്നത് അവർ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ ഉദ്യോഗസ്ഥരെ കണ്ട് എന്തെങ്കിലുമൊക്കെ രേഖകളോ എന്തെങ്കിലുമൊക്കെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പുറത്തു വരേണ്ട കാര്യങ്ങളൊക്കെ അവർ എടുത്ത് വാർത്തയാക്കി കഴിഞ്ഞാൽ അത് വലിയ ക്ഷീണവും വിവാദവും ഒക്കെയായി മാറും. അപ്പോൾ ഇതിലൂടെ അതുകൂടി തടയാം. അതുകൊണ്ടാണ് നേരത്തെ പിണറായി വിജയൻ സർക്കാർ അത്തരത്തിൽ മാധ്യമ നിയന്ത്രണം കൊണ്ടുവന്നത്. ഈച്ച പോലും കടക്കരുത് എന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. അതിനെതിരെ വലിയ വിമർശനമുണ്ടായിരുന്നു. ഈ പ്രതിപക്ഷത്തിരുന്ന വി.ഡി. സതീശൻ അടക്കം ഇത് മാധ്യമ സ്വാതന്ത്ര്യത്തിന് വിലക്കിടൽ ആണെന്ന് പറഞ്ഞ് അതിനെ വിമർശിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് പഴയ ചരിത്രം ആവർത്തിക്കുകയാണ്. വീണ്ടും മാധ്യമ നിയന്ത്രണം തുടരുകയാണ്. ഇനിയിപ്പോൾ എങ്ങനെ ഇതിനകത്ത് മാറ്റം വരുത്തും, ഇത് സർക്കാർ വീണ്ടും പരിശോധിക്കുമോ പരിഗണിക്കുമോ എന്നൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. ഇതിനു പുറമെ വി.ഡി. സതീശൻ സർക്കാർ ഭരണത്തിൽ വന്നതിന് ശേഷം വലിയ PR-ഓടെ വാർത്ത നൽകിയ ഒന്നായിരുന്നു സമരഗേറ്റ് 10 വർഷങ്ങൾക്ക് ശേഷം തുറന്നു കൊടുത്തു എന്നത്. എന്നാൽ ഇതിലെ വാസ്തവ വിരുദ്ധത എന്താണെന്ന് ചൂണ്ടിക്കാണിച്ച് അന്ന് ഇടത് ഹാൻഡിലുകളും മറ്റുള്ളവരും വിമർശിച്ചിരുന്നു. കാരണം പലപ്പോഴായി ഈ സമരഗേറ്റ് പല കാര്യങ്ങൾക്കായി തുറന്നു കൊടുക്കാറുണ്ട്. സമരഗേറ്റ് അടയ്ക്കുന്നതിൻ്റെ കാര്യം എന്താണ്, അതിൻ്റെ ആവശ്യകത എന്താണെന്ന് അന്ന് പലരും തുറന്നു പറഞ്ഞിരുന്നു. പലരും ഇതിനെ വിമർശിച്ചിരുന്നു. എന്നാൽ ജനങ്ങൾക്ക് വേണ്ടിയും മറ്റും തുറന്നുകൊടുത്ത ഈ സമരഗേറ്റ് ഇപ്പോൾ തുറന്നു കിടക്കുകയാണോ? അല്ല എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. സമരഗേറ്റ് വീണ്ടും ബാരിക്കേഡ് വെച്ച് പോലീസ് അടച്ചു കഴിഞ്ഞു. അന്ന് വി.ഡി. സതീശൻ പോലും 10 വർഷങ്ങൾക്ക് ശേഷം സമരഗേറ്റ് തുറന്നു എന്ന് തൻ്റെ സോഷ്യൽ മീഡിയ വഴി പോസ്റ്റ് ചെയ്തിരുന്നു. ഇതിനെ ഇരട്ടത്താപ്പ് എന്നല്ലാതെ എന്താണ് പറയേണ്ടത്? കഴിഞ്ഞ സർക്കാർ ഭരിച്ചിരുന്നപ്പോൾ സമരഗേറ്റ് ആവശ്യങ്ങൾക്കായി അടച്ചിട്ടപ്പോൾ അത് ഫാസിസം. എന്നാൽ പുതിയ സർക്കാർ വന്ന് വലിയ കാര്യത്തോടെ സമരഗേറ്റ് തുറക്കുകയും എന്നാൽ 2 ദിവസങ്ങൾക്ക് ശേഷം അത് അടച്ചിടുകയും ചെയ്തു. അപ്പോൾ ഇത് ഫാസിസമാണോ അതോ പൂക്കിത്തരമാണോ?